തിരിച്ചറിയാം, തിരുത്താം, മടങ്ങിവരാം ഇന്ന് തന്നെ. പ്രിയ ദൈവജനമേ, 100 ദിവസത്തെ ബൈബിൾ ധ്യാനം കത്തോലിക്കാ സഭയുടെ അംഗീകൃതമായ 73 പുസ്തകങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ സിറ്റി ഓഫ് ഗാഡ് എന്ന ഗ്രന്ഥത്തിലെ കാലാനുക്രമമായ വീക്ഷണം പിന്തുടർന്ന് സൃഷ്ടി മുതൽ പിതാക്കന്മാർ, പ്രവാസം, പ്രവാചകന്മാർ എന്നിവയിലൂടെ കടന്ന് ഈശോ മിശിഹായിലെ പൂർത്തീകരണവും ആദിമസഭയുടെ ചരിത്രവും നാം ഇതിലൂടെ ധ്യാനിക്കുന്നു. സാർവത്രിക സഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാൾ ദിനമായ മെയ് 1 ഇന്നത്തെ 1-ാം ദിവസമായി കണക്കാക്കി നാം ഈ യാത്ര ഇന്നേ ദിവസം ആരംഭിക്കുന്നു. ശനി, ഞായർ ദിവസങ്ങൾ ഒഴിവാക്കി തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ പോഡ്കാസ്റ്റ് ലഭ്യമാകുക. ഓരോ ദിവസത്തെയും വചന പ്രഘോഷണം ശ്രവിച്ചതിന് ശേഷം അതിന് ആധാരമായ ബൈബിൾ ഭാഗങ്ങൾ വ്യക്തിപരമായി വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചയുടെ മധ്യത്തിലോ വാരാന്ത്യത്തിലോ നല്ലൊരു കുമ്പസാരം നടത്തി ഹൃദയങ്ങളെ ഒരുക്കുവാനും വിശുദ്ധ കുർബാനയിലൂടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയോടെ മിശിഹായെ സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വചനത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ കാരുണ്യത്താൽ ഞങ്ങളുടെ പാപങ്ങൾ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വചനത്തിലൂടെ വെളിപ്പെടുന്ന അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. പ്രിയ ദൈവജനമേ, 1-ാം ദിവസമായി ഇന്ന് സൃഷ്ടാവായ ദൈവത്തിന്റെ അത്ഭുത കൃത്യങ്ങളെ നാം പരിചയപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയാണ് നാം ഈ പോഡ്കാസ്റ്റിൽ വിശകലനം ചെയ്യുക. അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളുടെ വിശകലനം. സൃഷ്ടിയും വീഴ്ചയും. ദൈവം ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തെയും തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെയും സൃഷ്ടിക്കുന്ന മനോഹരമായ കാഴ്ചയോടെയാണ് ബൈബിൾ ആരംഭിക്കുന്നത്. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം സകലവും വളരെ നല്ലത് എന്ന് കണ്ട സൃഷ്ടാവ് 7-ാം ദിവസം വിശ്രമത്താൽ വിശുദ്ധീകരിച്ചു. എന്നാൽ ഏദൻ തോട്ടത്തിൽ ദൈവകൽപ്പന ലംഘിച്ച ആദവും ഹവയും പാപത്തിലൂടെ മരണത്തെയും വേദനയെയും ലോകത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ ഫലം ഭക്ഷിച്ചതിലൂടെ ദൈവവുമായുള്ള സുതാര്യമായ ബന്ധം മുറിഞ്ഞു പോവുകയും അവർ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. എങ്കിലും സർപ്പത്തിന്റെ തല തകർക്കുന്ന രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവം മനുഷ്യകുലത്തിന് പ്രത്യാശയുടെ ആദ്യ കിരണം നൽകി. പാപത്തിന്റെ നഗ്നത മറയ്ക്കാൻ ദൈവം തന്നെ അവർക്ക് വസ്ത്രം നൽകിയത് അവിടുത്തെ അനന്തമായ കരുണയുടെ അടയാളമാണ്. ഉൽപ്പത്തി അധ്യായങ്ങൾ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളുടെ വിശകലനം. പാപത്തിന്റെ വ്യാപനവും നോഹയും. ആദത്തിന് ശേഷം കായേനും ഹാബേലും തമ്മിലുള്ള ബന്ധത്തിൽ അസൂയയും കൊലപാതകവും കടന്നുവരുന്നത് പാപം മനുഷ്യഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ വേരോടിയെന്ന് കാണിക്കുന്നു. കായന്റെ വംശാവലിയിലൂടെ ലൗകികമായ വളർച്ചയുണ്ടാകുമ്പോഴും ആത്മീയമായ അപജയം സംഭവിച്ചുകൊണ്ടിരുന്നു. അത് മനുഷ്യപുത്രന്മാരുടെ ദുഷ്ടത വർദ്ധിപ്പിക്കാൻ കാരണവുമായി. ലോകം മുഴുവൻ തിന്മയാൽ നിറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ നീതിമാനായി കാണപ്പെട്ട നോഹയെ ദൈവം തന്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തു. ഒരു വലിയ ജലപ്രളയത്തിലൂടെ ഭൂമിയെ ശുദ്ധീകരിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ നോഹയോട് ഒരു പേടകം നിർമ്മിക്കാൻ കൽപ്പിച്ചുകൊണ്ട് ജീവന്റെ സംരക്ഷണം ഭൂമിയിൽ ഉറപ്പാക്കുന്നു പിതാവായ ദൈവം. വിശ്വാസത്തോടെ ദൈവത്തെ അനുസരിച്ച നോഹയിലൂടെ മനുഷ്യവർഗത്തിന് ഒരു പുതിയ തുടക്കം നൽകാൻ ദൈവപിതാവ് തിരുമനസ്സായി. ഈ അധ്യായ ഭാഗങ്ങൾ നീതിമാന്മാരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ലെന്ന വലിയ സത്യം നമുക്കും വെളിപ്പെടുത്തി തരുന്നു. ഉൽപ്പത്തി പുസ്തകം അധ്യായങ്ങൾ 7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളുടെ വിശകലനം. പ്രളയവും പുതിയ ഉടമ്പടിയും. ജലപ്രളയം ഭൂമിയിലെ സകല ദുഷ്ടതയെയും കഴുകിക്കളഞ്ഞപ്പോൾ നോഹയും കുടുംബവും പേടകത്തിനുള്ളിൽ സുരക്ഷിതരായിരുന്നത് ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയാലാണ്. പ്രളയത്തിന് ശേഷം പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹ ആദ്യം ചെയ്തത് ദൈവത്തിന് ബലി അർപ്പിക്കുക എന്നതായിരുന്നു. ഇത് ആരാധനയുടെ പ്രാധാന്യം കാണിക്കുന്നു. ദൈവം നോഹയോടും സകല ജീവജാലങ്ങളോടും കൂടി ഒരു നിത്യമായ ഉടമ്പടി സ്ഥാപിക്കുകയും
അതിൻ്റെ അടയാളമായി മേഘങ്ങളിൽ മഴവില്ല് നൽകുകയും ചെയ്തു. ഇനി ഒരിക്കലും ജലത്താൽ ഭൂമിയെ നിശേഷം നശിപ്പിക്കില്ല എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം അവിടുത്തെ വിശ്വസ്തതയെ വിളിച്ചോതുന്നു. നോഹയുടെ പുത്രന്മാരിലൂടെ ഭൂമി വീണ്ടും ജനനിബിഡമാകാൻ തുടങ്ങിയെങ്കിലും മനുഷ്യന്റെ പാപവാസന പൂർണ്ണമായും നീങ്ങിയിരുന്നില്ല. ദൈവത്തിന്റെ കരുണയും മനുഷ്യന്റെ ബലഹീനതയും തമ്മിലുള്ള നിരന്തരമായ ഇടപെടലുകൾ ഈ ഭാഗങ്ങളിൽ നമുക്ക് ദർശിക്കാനാകും. ഉൽപ്പത്തി പുസ്തകങ്ങൾ അധ്യായങ്ങൾ 10 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളുടെ വിശകലനം. ജനതകളുടെ വിഭജനവും ബാബേലും. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത് എന്നിവരിലൂടെ ലോകത്തിലെ വിവിധ ജനതകളും ഗോത്രങ്ങളും രൂപപ്പെട്ട ചരിത്രമാണ് 10-ാം അധ്യായം വിവരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ വീണ്ടും തന്റെ അഹങ്കാരത്താൽ ദൈവത്തിന് തുല്യനാകാൻ ശ്രമിക്കുകയും ആകാശത്തോളം ഉയരുന്ന ബാബേൽ ഗോപുരം പണിയാൻ തുനിയുകയും ചെയ്തു. മനുഷ്യന്റെ ഈ അമിത വിശ്വാസത്തെയും ഐക്യമില്ലായ്മയെയും തകർക്കാൻ ദൈവം അവരുടെ ഭാഷകൾ ഭിന്നിപ്പിക്കുകയും അവരെ ഭൂമിയിലുടനീളം ചിതറിക്കുകയും ചെയ്തു. സ്വന്തം പേര് പ്രശസ്തമാക്കാൻ ശ്രമിച്ച മനുഷ്യൻ അവസാനം ആശയക്കുഴപ്പത്തിലും ഒറ്റപ്പെടലിലുമാണ് ചെന്നെത്തിയത്. ഈ അധ്യായം ദൈവത്തെ കൂടാതെ മനുഷ്യൻ നടത്തുന്ന ഏതൊരു പരിശ്രമവും വ്യർത്ഥമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അബ്രഹാമിന്റെ വിളിയിലേക്കും രക്ഷാകര ചരിത്രത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കും നയിക്കുന്ന ഒരു പാലമായി ഈ ഭാഗം നിലകൊള്ളുന്നു. ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യഹൃദയത്തിന്റെ തീരാത്ത ദാഹമാണ് ബാബേൽ ഗോപുര നിർമ്മാണത്തിൽ നാം കാണുന്നത്. ലൗകിക നേട്ടങ്ങളിലൂടെ ഈ ശൂന്യത നികത്താൻ ശ്രമിക്കുന്നത് മനുഷ്യനെ കൂടുതൽ അസ്വസ്ഥനാക്കുകയുള്ളൂ. ദൈവവചനത്തിന് മാത്രമേ ആത്മാവിന് നിത്യമായ ശാന്തിയും തൃപ്തിയും നൽകാൻ സാധിക്കൂ. നമ്മുടെ ഉള്ളിലെ ഈശ്വരദാഹത്തെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ വചനത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം. സഭയിലെ ആദിമ പിതാക്കന്മാർ നോഹയുടെ പേടകത്തെ സഭയുടെ മുൻ രൂപമായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പ്രളയജലത്തെ മാമോദിസയുടെ അടയാളമായി വിശുദ്ധ പത്രോസ്ലീഹായും വിശുദ്ധ അഗസ്തീനോസും സാക്ഷ്യപ്പെടുത്തുന്നു. സഭയെന്ന പേടകത്തിനുള്ളിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന പാരമ്പര്യ വിശ്വാസം നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് കരുത്തേകുന്നു. ഈ വ്യാഖ്യാനങ്ങൾ വചനത്തെ തിരുസഭയുടെ പാരമ്പര്യത്തോട് ചേർത്ത് നിർത്താൻ സഹായിക്കുന്നു. ആദത്തിന്റെ പാപം മൂലം നഷ്ടപ്പെട്ട വിശുദ്ധി കുംഭസാരമെന്ന കൂദാശയിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. നോഹ പ്രളയത്തിന് ശേഷം അർപ്പിച്ച ബലി വിശുദ്ധ കുർബാന എന്ന നിത്യബലിയുടെ മുൻരൂപമാണ്. വചനം ശ്രവിച്ച് ഹൃദയം ഒരുക്കി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. പാപക്കറകൾ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയോടെ ആൾത്താരെ സമീപിക്കാൻ ഈ വായനകൾ നമ്മെ പ്രേരിപ്പിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാം ഈ ഭൂമിയിൽ സ്ഥിരമായ നഗരമില്ലാത്ത തീർത്ഥാടകരാണെന്ന് ബാബേലിന്റെ പതനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ലക്ഷ്യം സ്വർഗീയ നഗരമാണ്. അതിലേക്കുള്ള ഭൂപടം മാത്രമാണ് വിശുദ്ധ ബൈബിൾ. ഓരോ വചനധ്യാനവും നിത്യജീവനും അവസാന വിധിക്കും വേണ്ടി നമ്മെ ഒരുക്കുന്നു. വചനത്തോടൊപ്പം സഞ്ചരിച്ച് നമുക്ക് ആ നിത്യമായ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാം. ദൈവ തിരുമനസ്സിന്റെ നാമത്തിൽ നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.